സൂപ്പർ സ്റ്റാർ സിംഗർ ചരിത്രം തിരുത്തിക്കുറിച്ച് റെക്കോർഡ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി സ്വദേശിയും 7 വയസ്സുകാരനുമായ ആവിർഭവ്. ചരിത്രത്തിൽ ആദ്യമായാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു മത്സരാർത്ഥി സൂപ്പർ സ്റ്റാർ സിംഗറിൽ ടൈറ്റിൽ വിന്നറാവുന്നത്. 5 മാസം നീണ്ടുനിന്ന സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിലെ ആവിർഭവിൻ്റെ സംഗീതയാത്രയിലെ ഓരോ മുന്നേറ്റങ്ങളും വിസ്മയകരമായിരുന്നു. ഓഡീഷൻ റൗണ്ടിൽ വെറുമൊരു സാധാരണ ചെയറിൽ കയറി നിന്നാണ് ആവിർഭവ് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിൽ പാടിത്തുടങ്ങിയത്. സെമി ഫൈനൽ റൗണ്ടിൽ തൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് ദൃഢനിശ്ചയത്തോടെ 3 കാരണങ്ങൾ സമർത്ഥിച്ചും ആവിർഭവ് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ ബെസ്റ്റാണെന്നും നന്നായി പാടാറുണ്ടെന്നും അതിലെല്ലാം ഉപരിയായി എൻ്റെ പ്രകടനത്തിന് മാത്രമാണ് നേഹ കാക്കറും മറ്റ് വിധികർത്താക്കളും ജഡ്ജിംഗ് ചെയറിന് മുകളിൽ കയറി നിന്ന് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയതെന്നുമുള്ള 3 കാരണങ്ങളാണ് തൻ്റെ വിജയസാധ്യതകളായി സെമി ഫൈനൽ റൗണ്ടിൽ ആവിർഭവ് സമർത്ഥിച്ചത്. ഓഡീഷൻ റൗണ്ടിൽ സാധാരണ പ്ലാസ്റ്റിക് ചെയറിൽ കയറി നിന്ന് പാടാനെത്തിയ ആവിർഭവിൻ്റെ സൂപ്പർ സ്റ്റാർ സിംഗർ വേദിയിലെ ഐതിഹാസിക മുന്നേറ്റത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമെന്നോണം ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഗോൾഡൻ ചെയറിലാണ് ആവിർഭവ് പാടാനെത്തിയത്. സാധാരണ പ്ലാസ്റ്റിക് ചെയറിൽ പാടിത്തുടങ്ങി ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഗോൾഡൻ ചെയറിൽ കയറി നിന്ന് പാടി വിജയകിരീടം സ്വന്തമാക്കി കേരളത്തിനൊപ്പം ദക്ഷിണേന്ത്യയുടെ ഒന്നടങ്കം അഭിമാനമായി മാറിയ 7 വയസ്സുകാരനായ ആവിർഭവ് സംഗീത പ്രപഞ്ചത്തിലെ പുതിയ ചക്രവാളങ്ങൾ കീഴടക്കുന്ന നിമിഷങ്ങൾക്കായി അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. സൂപ്പർ ജഡ്ജ് നേഹ കാക്കറും മറ്റ് വിധികർത്താക്കളും ജഡ്ജിംഗ് സീറ്റിന് മുകളിൽ കയറി നിന്ന് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയ ചാന്ദ് ചുപ്പ ബാദൽ മേം എന്ന ഗാനത്തിൻ്റെ ഐക്കോണിക്കായി മാറിയ ആവിർഭവ് വേർഷൻ ഒരിക്കൽ കൂടി ആസ്വദിക്കാം. मेरी जाना से लग जा